സാഷ്ടാംഗം പ്രണമിച്ചു. അടിപൊളിയല്ലേ? വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് കുറച്ചുകൂടി എത്തിയിട്ടുണ്ട്. നേരെ ഫ്രണ്ടിൽ പോയി നിൽക്കാൻ പറ്റുന്നില്ല. എന്താ പറയാ, മുളി വീണ വെള്ളം ഉണ്ടല്ലോ, കാറ്റും എല്ലാം കൂടി തണുപ്പും നമ്മളാകെ ഫ്രീസായി പോവും. പകുതിയെ നനഞ്ഞ് ഞാൻ കുറച്ചും കൂടി അടുത്തേക്കൊന്ന് പോയി നോക്കട്ടെട്ടാ. ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ ചെറിയൊരു അഡ്വഞ്ചർ ഉള്ളത്. വാ, മദ്യപ്പുഴ. അത് കൊള്ളാം. തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പ്, അതെ. ഹലോ, നമസ്കാരം. ബ്രൗൺ ആണ്. അപ്പോൾ ഇന്നൊരു വൺ ഡേ ടൂറിലാണ്. അപ്പോൾ വേറെങ്ങുമല്ല, നമ്മുടെ ഡബ്ലിനിൽ തന്നെയുള്ള പവർ സ്കോട്ട് വാട്ടർഫോളിലേക്കാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ 2 ഫാമിലിയും കൂടി ഉണ്ട്. ഒന്ന് ഷെറിൻ രഞ്ജു ഫാമിലിയും, പിന്നെ അബിയും കഴിഞ്ഞ ആപ്പിൾ പിക്കിങ്ങിലുണ്ടായിരുന്ന ആ ഫാമിലിയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അബിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ എൻട്രി വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഫസ്റ്റ് ടൈമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 30-32 മിനിറ്റേ ഉള്ളൂ ഇങ്ങോട്ട് എത്താനായിട്ട്. കുറേ നാളെ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് കിട്ടി. കാരണം വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ എപ്പോഴും മഴയും മൂടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജസ്റ്റ് കോൺഫറൻസ് കോൾ ചെയ്തപ്പോഴത്തേക്കും വന്നൊരു പ്ലാനിങ്ങിൽ പെട്ടെന്ന് ഇറങ്ങി പോകുന്നതാണ്. ഏകദേശം ഒരു 12 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അബിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മുടെ അബി ഫാമിലിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പോകുന്ന കാറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എൻട്രി വരുന്നത്. അപ്പോൾ തുടക്കം നമ്മൾ കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇവിടെ ഒരു വെൽക്കം ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ടിക്കറ്റ് എന്തിനൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റേറ്റ് തന്നെ ആയിരിക്കും വരുന്നത്. അഡൾട്ട് €7, സ്റ്റുഡൻറ്റ് സീനിയർ €6, ചൈൽഡ് അണ്ടർ 16 €3.5. പിന്നെ 2 വയസ്സ് താഴെ ഫ്രീ ആണ് കേട്ടോ. ഫാമിലി ടിക്കറ്റ് സെപ്പറേറ്റ് വരുന്നുണ്ട്. 2 തൊട്ട് 3 പേര് വരെ €18. ടൈമിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10 തൊട്ട് 5 വരെയാണ് ഓപ്പണിങ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് അഡ്മിഷൻ വരുന്നത് 5 മണിക്ക്. 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഏരിയ ഉണ്ട്. ഇങ്ങോട്ട് വരുന്ന റൂട്ട് തന്നെ നല്ല അടിപൊളി റൂട്ടാണ്. കണ്ടോ, ഇവിടെ അത്യാവശ്യം പ്രൈവറ്റ്, നോ എൻട്രി, പ്രൈവറ്റ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് ഉള്ള ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വാട്ടർഫോൾസിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കും ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ വെള്ളം ഇങ്ങനെ കടന്നു പോകുന്നു. ഇന്ന് എന്താ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗിംബൽ അതുപോലെ തന്നെ മൈക്കുകൾ സംഭവങ്ങളൊക്കെ എടുക്കാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. ധൃതി പിടിച്ചിറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ മറന്നു. ജസ്റ്റ് മൊബൈൽ കയ്യിൽ പിടിച്ചെടുക്കുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ എന്തായാലും പവർ സ്കോട്ട് വാട്ടർഫോളിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അമ്മച്ചി ഹായ് പറഞ്ഞേ. ഹായ് പറ. നാണോടാ. ഷെറിൻ ബ്രോ ഒരു ഹായ് പറഞ്ഞേ. ഇത് നമ്മുടെ ചിപ്പു വെള്ളത്തിൽ ഇറങ്ങോ നീ? അപ്പോൾ നമുക്ക് ഇങ്ങോട്ടുള്ള ഏരിയ ഒന്ന് നമ്മുടെ മകൻ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലത്തേക്കൊന്ന് പോയിട്ട് വരാം. അമ്പോ നല്ല ആളുകൾ നിനക്ക് കിട്ടിയാണ്. ബീച്ചേൻ്റെ അവിടെ ഇന്നോട്ടാ, നിനക്ക് എല്ലാ സ്ഥലവും കാണിച്ചു തരും. ഇല്ല കുഴപ്പമില്ല. ചിപ്പ് നോക്കിയ ചിപ്പു ദേ വന്നേ. എനിക്കിപ്പോ ചിപ്പുന് പേടിയുണ്ടോ? പേടിയുണ്ടോ ചിപ്പുന് പേടിയുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അവരുടെ അടുത്തേക്കോ, നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടില്ല. ഹായ് പറഞ്ഞേ. പറഞ്ഞു അയ്യോ. ഓക്കെ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. ഇവിടെ നോക്കിട്ടാ.
താങ്ക് യു ഫോർ വിസിറ്റ് ഡിസ്കവറിങ് സംതിങ് ന്യൂ എവറി സീസൺ. ഇപ്പോൾ ഇവിടെ ഓരോ സീസണിലും ഓരോ വൈബായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ടിംഗ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ സീസണിലും എന്തായാലും ഇത് കണ്ടത് നന്നായി. ഓരോ സീസണിലും ഇനി ഇവിടെ വരണം. ഇവിടെ ഈ 3-4 സീസൺ ഉണ്ടടി. ഓ ഇറ്റ്സ് പ്രൈവറ്റ്. ഓ ഇറ്റ്സ് ഓക്കെ. സോറി. ഓക്കെ നോട്ട് സേഫ്. ഓ ഓക്കെ. ഇത് പ്രൈവറ്റ് ആണ്, കയറാൻ പാടില്ല. ഇത് പ്രൈവറ്റാ, കയറാൻ പാടില്ലാന്ന്. ആ അത് സേഫ് അല്ല. വാ. അവർ പറയുമ്പോൾ നമുക്ക് മാറിക്കാം. വാ ലിയപ്പാ, പറഞ്ഞനുസരിക്ക്. ഈ വണ്ടി നോക്കിയേ ഹബി. ഹണി ശേഖരിക്കാൻ പോണ വണ്ടിയാണോ അബി? ഹണി ശേഖരിക്കാൻ പോണ വണ്ടിയാണോ അത്? ഇത് പ്രൈവറ്റ് ആണ്, കുഴപ്പമില്ല. അതെ. ഈ ഹണി ഈ വീട്ടിലാണോ തോന്നുന്നുണ്ടോ? ഈ വീട്ടിലെ ഫ്രണ്ടിൽ എഴുതി വെച്ചേക്കണേ റോഡ്. നമുക്കൊന്ന് വിസിറ്റ് ചെയ്താലോ? ഹണിയുടെ നോക്കിയാലോ? ആ ടിക്കറ്റ് എടുക്കുന്ന കാര്യങ്ങളും ചോദിക്കാം അവിടെ നിന്നാണ്. തേനിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചു നോക്കിയേ. തേനിന്റെ ഡീറ്റെയിൽസ്. Three different types. There's summer blossom, heather, and heather cutcom. Which one is better? The heather is the best honey you can get in Ireland. ഇല്ല അവിടെ ഉണ്ടല്ലേ. അതെ. ഇതിൽ അവിടെ കൂടുണ്ടോ? അവിടെ ഇപ്പോൾ അവര് കൃഷി ചെയ്യുന്ന സംഭവമാണ് നമ്മളെ കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകണ്ട. തേനീച്ചയും കുത്തും പിടിച്ച് അവിടെ കുറച്ച് കൂടുകളൊക്കെ അടക്കി വെച്ചിട്ടുണ്ടോ അവിടെ ഇപ്പൊ? അതാണ് തേനീച്ച. അതിൻ്റെ അകത്ത് എന്നാണ് ഒരു തേൻ ശേഖരിക്കുന്നത്. അതുപോലെ പല സ്ഥലത്തും ഒരു കൂട് വെച്ചിട്ടുണ്ടാവും. അടുത്ത മഴക്കുമ്പോ മുകളിലെത്താം. അപ്പോൾ ഇതിന്റെ ടിക്കറ്റ് വരുന്നത് കണ്ട ഈ ഒരു സ്ഥലത്താണ് ഇതിന്റെ ടിക്കറ്റ് വരുന്നത്. സാധാരണ നമ്മൾ ഓരോ പാർക്കിംഗ് ഏരിയയിലൊക്കെ പോകാൻ നേരത്ത് നമ്മൾ പേ ആൻഡ് പാർക്ക് ചെയ്യത്തില്ലേ കാർഡ് വെച്ചിട്ട്, അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. സോറി ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, കാർഡ് സ്വൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും അത് കാണിച്ചു തരാം. വാ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഫാമിലി ടിക്കറ്റ് അങ്ങനെ വരുന്നില്ലേ? അങ്ങനെ ഉണ്ടോ? 2 പേർക്ക് എടുത്താൽ മതി അല്ലേ? ആ ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റ് നമ്മൾ എടുത്ത് ഉള്ളിലേക്ക് പോകുന്നത്. ഓക്കെ, താങ്ക് യു. ഇവിടെ ഡ്രോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറുന്ന ഏരിയയിൽ തന്നെ ഡ്രോൺ യൂസ് ചെയ്യാൻ പാടില്ലെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 360 ഒക്കെ വളരെ മിസ് ചെയ്യുന്നു. എടുക്കാൻ മറന്നുപോയി. കയറാൻ വണ്ടിയിൽ. താങ്ക് യു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. ഇവിടെ ചെറിയൊരു കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ചെറിയൊരു പാർക്കുണ്ട്. നമ്മുടെ മോൻ പാർക്ക് കണ്ടപ്പോൾ തന്നെ ഹായ് പാർക്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. അതല്ല, അവൻ്റെ പുറകെ ഒന്ന് പോയിട്ട് വരട്ടെ. പാർക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. ഏത്? മണ്ണെടുക്കണ അല്ലേ? കൊള്ളാലോ. ഇത് എല്ലാ ദിവസം ചെയ്താൽ മതി. അപ്പൊ വണ്ണം കുറഞ്ഞോളൂ നിന്നെ.
ഇതിലെ വലിയ സ്ലൈഡർ. ഇല്ല അവിടെ. ചെല്ല് ചിപ്പു ഊഞ്ഞാലയില്. ഇതിലോട്ട് പോ. ഇതാണ് വഴി. നിനക്ക് സ്ലൈഡ് ചെയ്യണോ? അവക്ക് സ്ലൈഡ് ചെയ്യണോ? റൗണ്ട് അടിച്ചിട്ട് വാ. ഒന്നും പറ്റിയിട്ടില്ല. ആ അത് കൊള്ളാം. ചിപ്പുന് അവസാനം ഒരു ഇഷ്ടപ്പെട്ട സംഭവം കിട്ടി. ചിപ്പ് കലിപ്പായി അത് ഇരുന്നിട്ട് ഊഞ്ഞാലിരുന്നിട്ട്. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന അമ്മച്ചിക്ക് എർത്തല ഫുഡിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് അമ്മച്ചിയുടെ 30ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അയർലൻഡിൽ ഇതാ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. കുറെ വർഷങ്ങളായെന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് മരക്കൊമ്പ് പണ്ട് ഊഞ്ഞാലാടിയപ്പോ മരക്കൊമ്പ് ഒടിഞ്ഞ് താഴ്ത്ത് വീണ്. എന്ത് പറ്റി കൈകാരം ഒടിഞ്ഞോ? ഒന്നും പറ്റിയില്ല. അയ്യോ ഒന്നും പറ്റില്ല, ബോധം പോയുള്ളൂ. ഇപ്പം ബാലൻസ് ചെയ്താട്ടോ വന്നേ. പിടിക്കരുത്. വരുന്നു. വരുന്നുണ്ട് ഒരാള്. പുട്ടിറങ്ങി വന്ന പോലെ. പുട്ടിറങ്ങി വന്നാണ് ദേ വരുന്നു. അയ്യേ അതെ അതെ. അടുത്ത ചലഞ്ച് ഉണ്ടാ അതിനെ കയറണം. വാ ഇവള് കയറും എന്റെ അത്. അമ്മച്ചി വാ. അമ്മച്ചി കൂളായിട്ട് വരും. അമ്മച്ചൊക്കെ ആരാണ് മോദനം? കേറിക്കേ കയ്യിൽ കൊച്ചുണ്ടോ? ഇല്ലല്ലോ. കേറ് അമ്മച്ചി കേറ്. ഇന്നത് വെഡിങ് ആനിവേഴ്സറി അല്ലേ, കേറിക്കോ. ആഘോഷമാണ്. അതെ കേറിക്കില്ല. വീഴില്ല. അതെ അമ്മച്ചി കയറാൻ പോണേണ്ടാ. മേടിച്ചോളാ. ഈ മുളയില് ചവിട്ടിയാണ് പോവാൻ കേട്ടോ, തടിയില്. ആടും അങ്ങോട്ടും. അത് തന്നെ. ഓക്കെ നോക്കി പഠിക്കടി. അമ്മച്ചിനെ കണ്ട് പഠിക്കണി. അയ്യേ വീഡിയോ എടുത്തിട്ടുണ്ട്. സാഷ്ടാംഗം പ്രണമിച്ചു. അടിപൊളിയല്ലേ? കൈ പിടിച്ചിട്ട് അങ്ങനെ ആയതല്ലേ? ഇല്ല കൈ പിടിക്കരുത്. അതെ വാ അങ്ങോട്ട് വാ. സ്ലൈഡറിൽ ചെയ്യാൻ പറ്റാത്തത് ആവേശം സ്റ്റാറിൽ ചെയ്യാൻ പോവാണ്. എടി കയറിയിട്ട് ഇറങ്ങാൻ പറ്റണം കേട്ടോ. അവിടെയൊക്കെ ഇറങ്ങണമെങ്കിൽ കാലക്കിനെ വളച്ചൊക്കെ വേണം ഇറങ്ങാൻ.
അപ്പോൾ നമ്മൾ ഇത്രയും നേരം പിള്ളേരൊക്കെ ആയിട്ട് നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് പാർക്കിൽ നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് അപ്പോൾ അവിടെ കുറച്ച് സമയം പോയോന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളിനി നേരെ പോണത് നമ്മുടെ നേരെ പുറകിലുള്ള വാട്ടർഫോൾസിന് അങ്ങോട്ടാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും അപ്പുറത്തൂടെ പിള്ളേരെ കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ ഫൈനലി വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതേ റീൽസോളി ഒരു വീഡിയോ ഇടാറില്ല. പക്ഷേ ജിനി ഒരു ഡാൻസ് കളിക്കണ്ട ഓൾക്കടൊപ്പം. രഞ്ജി എന്തിനും റെഡിയാണ് പിന്നെ. ഇവിടെ അടിപൊളി. അപ്പോൾ നമ്മൾ ഡബ്ലിനിലുള്ള പവർ സ്കോട്ട് വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി, നല്ല പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ് കേട്ടോ. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഒരു ഏരിയ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താ പറയുക, ക്ലൈമറ്റും അനുകൂലമായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ ബാക്കിയുള്ളവരൊക്കെ വാട്ടർഫോൾസ് എൻജോയ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്കും അങ്ങോട്ട് പോവാം. നല്ല അടിപൊളി ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഏരിയ ആണ്. ഇവിടുത്തെ പാറക്കല്ലുകളൊക്കെ തന്നെ ഉണ്ട്, അടിപൊളി. ഇതാ വലിയൊരു പാറയുടെ മുകളിൽ കയറി നിന്നിട്ട് ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഓ അടിപൊളി. കിട്ടണ്ടോ? ചിപ്പു 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 നിനക്ക് എന്താ പറ്റിയത്? ഓടിക്കയറോ അങ്ങോട്ടൊക്കെ? അവള് നിക്കാത്തണ്ടോ? ിയപ്പാ വാടാ, അങ്ങോട്ട് പോയിട്ട് വരാം. പോവാനുണ്ടാ? അപ്പഴപ്പം വന്നുണ്ടാ? വാ വാ, അപ്പൊ പിടിച്ചോളാ. വാ വാ വാ. ആ ചാട്, ചാടറങ്ങാട്. ഉണ്ടാ ഞാൻ വലിച്ചോണ്ടല്ലോ നീ വന്നത്. വാ അങ്ങോട്ട് പോവാ. വാ ഇങ്ങോട്ട്. ഏപ്പാ ഇതുവഴി അങ്ങോട്ട് ഇറങ്ങിക്കോ, ഇതുവഴി അങ്ങോട്ട് ഇറങ്ങിക്കോ. ഇറങ്ങിക്കോ. അപ്പൊ അറമ്മ കൂടെയൊക്കെ അങ്ങോട്ട് പോട്ടെ. അമ്മൂമ്മേട്ടാ ഇങ്ങോട്ടൊക്കെ വന്നാ, ഇവിടെയൊക്കെ വന്നാ. വരണ്ടേ ഇങ്ങോട്ട്?
ആ ആ വഴുക്കലില്ല വഴുക്കലില്ല, ചേണി കുറവാ. വാ വാ വാ, പിടിച്ചു പിടിച്ചു വാ, അവിടൊക്കെ പിടിച്ചു പിടിച്ചു വാ. ആ അവിടെ അവിടെ ചവിട്ട്. വാ, കൈ പിടിച്ചോ, കൈ പിടിച്ചോ. വാ. നല്ല നല്ല സ്പ്രേ ചെയ്യണവരില്ലേ? ആ ഞാൻ എന്തായാലും നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് കുറച്ചുകൂടി എത്തിയിട്ടുണ്ട്. നേരെ ഫ്രണ്ടിൽ പോയി നിൽക്കാൻ പറ്റുന്നില്ല. എന്താ പറയാ, മുകളിൽ വീണ വെള്ളം ഉണ്ടല്ലോ, കാറ്റും എല്ലാം കൂടി തണുപ്പും നമ്മളാകെ ഫ്രീസായി പോവും. പകുതിയെ നനഞ്ഞ് ഞാൻ കുറച്ചും കൂടി അടുത്തേക്കൊന്ന് പോയി നോക്കട്ടേട്ടാ. ഇവിടുത്തെ ഒരു പാറകൾക്കൊന്നും വലിയ വഴുക്കലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ വെള്ളത്തിന്റെ കളറ് കണ്ടോ, സൗണ്ടൊക്കെ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. വെള്ളത്തിന്റെ കളറ് തന്നെ എന്താ പറയാ, നല്ല റെഡ് കളറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാറകൾക്ക് വഴുക്കലില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ആ ഒരു ഏരിയ കാണാനായിട്ടൊരു പ്രത്യേക ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ വന്നതാണ് കേട്ടോ. ഈ വെള്ളം വന്ന് വീണ സ്ഥലം അടിപൊളി. കുളിക്കാനുള്ളൊരു സെറ്റപ്പിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. സമ്മറിലൊക്കെ വന്നു കഴിഞ്ഞാൽ, സമ്മർ സീസണിൽ ഇപ്പൊ വിന്റർ സ്റ്റാർട്ടിങ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സമ്മർ സീസണിലാണെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒന്ന് മേലൊക്കെ ഒന്ന് നടക്കാറുണ്ട് ഇവിടെ വന്നിരുന്നിട്ട്. ഷൂ ഒക്കെ നനഞ്ഞു വേട്ടാ, ഈ കാലൊക്കെ ഫ്രീസ് ആകാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു കാണുന്ന ഏരിയയിലേക്ക് കുറച്ചും കൂടി ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാട്ടാ. നോക്കാം. അതൊക്കെ പിടിക്കാണ്ട് വന്നോടാ. തെന്നെയൊന്നുമില്ല, എന്നാലേ പേടി മാറുള്ളൂ. ആ, ഇതിൽ വരാൻ പറ്റുമോ? എന്നാ വാ. ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ ചെറിയൊരു അഡ്വഞ്ചർ ഉള്ളത്. വാ. പോട്ടെ പോട്ടെ. വെള്ളത്തിന് എന്താണല്ലോ ഈ കളർ അല്ലേ? ഇവിടെ എല്ലാ വെള്ളത്തിന്റെ കളറും ഇതാ. ആ, ഇനി മോളിൽ കൂടി പോകേണ്ടി വരും. മോളിൽ കൂടി പോകേണ്ടി വരും. പോട്ടെ പോട്ടെ. ആ, അടിപൊളിയാണല്ലോ. ഇവിടെ ഇറങ്ങി നിക്കാല്ലേ? അയ്യോ, ചിപ്പൂനൊക്കെ ഇറക്കാറുന്നല്ലോ ഇവിടെ. നനയണ്ടെന്ന് വിചാരിച്ചായിരിക്കും. ഒന്ന് കാലൊക്കെ കാണിച്ച് ഇറങ്ങിക്കേ, ഇതൊന്നും തണുപ്പുണ്ടെന്ന് നോക്കി. ആ, ഉടുപ്പൂരുണ്ട.
ആ കുറച്ച് ആൾക്കാരൊക്കെ പോയി അവിടെ നിൽപ്പുണ്ട്. അറിയില്ല, എങ്ങനത്തെ പ്ലേസ് ഒന്ന് നോക്കിയിട്ട് വരാം. വാ. നമുക്ക് ക്യാമ്പിങ്ങിന്റെ സംഭവം ഉണ്ടായിരുന്നു, നമുക്കത് ഗ്രില്ല് ചെയ്യായിരുന്നു അല്ലേ? നിങ്ങക്ക് ആ ബ്രിഡ്ജിൽ കയറാൻ തോന്നുന്നുണ്ടോ? അതൊക്കെ കയറിയിട്ട് പോവാ അഞ്ചില്ലേ? ആ സൂപ്പർ അല്ലേ? നല്ല രസമുണ്ടല്ലേ എടാ, അവരവിടെ ഗ്രില്ല് ചെയ്യണ കാണാനായിട്ട് അല്ലേ? അടിപൊളി. വെള്ളം നമ്മുടെ കാറിലുണ്ടല്ലോ. അതാ സൈഡിൽ കൂടി ആ കല്ലുമ്മ ചവിട്ടി അങ്ങോട്ട് പോയിക്കോ. ഒരു ചവിട്ടിട്ട് അപ്പത്തന്നെ അങ്ങോട്ട് പോയാൽ മതി. ആ വെള്ളം മുഴച്ചിക്കണ കല്ലുമ്മയിലേക്ക് ചവിട്ടോ, പൊങ്ങിക്കണ കല്ലുമ്മയിലേക്ക് ചവിട്ടിക്കോ. ഫാസ്റ്റായിട്ട് പോകും അങ്ങോട്ട്, ഫാസ്റ്റായിട്ട് ഒറ്റ പോക്ക്. ഇരിക്കൊന്നും വേണ്ട, നിന്നണ്ട അങ്ങോട്ട് പോയിക്കോ. ഇങ്ങനെ ചവിട്ടി ഒറ്റ അങ്ങോട്ട് ഓടണം. ഇല്ല ആ അപ്പം ചാടി വന്നടാ. നോക്കിയിട്ട് സൂപ്പർ അല്ലേ? നിനക്ക് കല്ലുമ്മ ഇരിക്കാം, അപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് തരാം. പെയിന്റ് പൊക്കി വെക്കണം കേട്ടോ. എടാ താക്കല്ലേ പോയി താക്കല്ലേ. ആ ഇറങ്ങിക്കോ, വെള്ളത്തിൽ ഇറങ്ങി നടന്നോ അങ്ങോട്ട്. അപ്പൊ അരന്നിരിക്കണ കല്ലേ പോയി ഇരിക്കും. ആ അപ്പൊ നമ്മുടെ വെള്ളച്ചാട്ടം വന്നത് അവിടെ നിന്നാണ്, മോളിന്ന് ഇതാണ് വന്നത്. ആ കാല് വെള്ളത്തിലേക്ക് മുക്കി വെക്ക്, ചവിട്ടി നിൽക്ക്. ഇങ്ങനെ കസേരമ്മൽ ഇരിക്കണ പോലെ തന്നെ ഫോട്ടോ എടുത്ത് തരാം. എന്റെ ഷൂ ഫുള്ള് നനഞ്ഞു പോയിട്ടാ. നൈസ്. നമ്മൾ അന്വേഷിച്ചു തന്നിരിക്കും. നല്ല അടിപൊളിക്ക. ഇതുപോലെയൊക്കെ ചെയ്യണം അല്ലേ? ആ തോർത്തല്ലത്, മറ്റേ തുണി. മദ്യം അല്ലേ? മദ്യപ്പുഴ. അത് കൊള്ളാം. മദ്യപ്പുഴയും വെള്ളച്ചാട്ടവും. ഫാഷൻ ഫോട്ടോഗ്രാഫർ. തണുപ്പ് എങ്ങനെയുണ്ട് അബി? തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പ് അതെ. കേറി ആ അവന് ചൂടാണ് ബോഡി ഫുള്ള്, അതുകൊണ്ട് ഫുൾ ടൈം തണുപ്പാണ്. അവന് ജെല്ലൊക്കെ തുറന്നിരുന്നു വീട്ടില്. ആ ഞങ്ങൾ വഴക്കുറയുന്നുണ്ട്, ഈ തുമ്മലും കോൾഡ് വരുമല്ലോ. അത് വെള്ളത്തിൽ ഇറങ്ങി ഞാൻ അങ്ങോട്ട് പോകല. അല്ല ഞാൻ ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പോയല്ലോ, സ്പ്രേ അടിച്ചളഞ്ഞു. നല്ല ഫീലായിരുന്നു അവിടെ ചെന്ന് നിന്നിട്ട്. അപ്പൊ ലാസ്റ്റ് നിമിഷം നമ്മള് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു ടൈമിലൂടെ മഴ പെയ്തിട്ട്, എന്തായാലും ഇത്ര നേരം ക്ലൈമറ്റ് നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ ഒരു സീസണിലാണ് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ, വിന്റർ സീസണാണ് വരുന്നുണ്ടെങ്കിൽ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മഴയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ വരിക. എന്തായാലും നമ്മൾ പോകാൻ നിൽക്കുന്ന ടൈമിലാണ് മഴ സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും കുഴപ്പമില്ല. ഇവിടുന്ന് നമ്മുടെ കാറിന് അവിടെ കുറച്ച് നടക്കാനുണ്ട്, കൊച്ചുങ്ങളുണ്ട് കൂടെ, അവരെങ്ങനെ കയറിയതെന്നുള്ളതാണ്
ചിപ്പും ഉണ്ട്. ലിയപ്പന് പിന്നെ കുഴപ്പമില്ല, ഇതേ പോണ് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നേരെ കാറിലേക്ക് എത്താനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കാൻ സഹായിച്ചു തന്ന ചേച്ചിയാണ് നിൽക്കുന്നത്. ഗ്രൂപ്പ് ഫോട്ടോ വീണ്ടും ഒരു സെൽഫി വേണോ? വേണ്ട വേണ്ട, ഇതിലെടുക്കാം. ഇത് വീഡിയോ ആയിരുന്നു. അപ്പൊ ഇവിടെ എന്തായാലും അടുത്ത 3 സീസണിലും കൂടി നമ്മൾ വരാൻ വേണ്ടി ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വിൻ്റർ സീസണാണ്. ഇനി 3 സീസൺ വേറെ ഉണ്ട്, സമ്മർ ഉണ്ട്, അങ്ങനെ 3 സീസൺ വേറെ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ സീസൺ ആണെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും എന്നാ വാന്നാ, അവരാഗ്രഹം കൂടി സാധിച്ചു കൊടുത്തിട്ട് പോട്ടെ. ഇത് അവിടെ നിന്ന് കിട്ടോ, അത് ചിലപ്പോ മറിഞ്ഞു പോവും. ആ, അവിടെ നിന്ന് കിട്ടോ. ആ ആ അത് കൊറേ ഒഴുകി പോടാ, കണ്ട. ആ, ഇല്ലേ പോണ്. അവിടെ മറിയോ? നോക്കട്ടാ. ഇത് മറിഞ്ഞില്ല. അയ്യോ, മറിഞ്ഞു പോയി. ഇല്ലില്ല, മറിഞ്ഞില്ല. നിവർന്ന് അങ്ങോട്ട് പോയി. ആ, അടിപൊളി. വാ. മറിഞ്ഞ? ആ, വാ. അത് മെയിനായിട്ട് ഇവിടുത്തെ ഗാർഡനിങ് ഒക്കെയാണ്, വേറെ വൈബ് അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ പവർ സ്കൗട്ട് വാട്ടർഫോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടാണ്. എന്തായാലും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വാട്ടർഫോൾ തന്നെയാണ്. ഈ ഒരു സ്ഥലവും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാം കൊണ്ടൊന്നും വേറെ വൈബാണ്. അപ്പോൾ ഇവിടെ വരാൻ നേരത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് എവിടെയാണ് ഗ്രില്ല് ചെയ്യണ സ്പോട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒതുങ്ങി നല്ല ഒരു പ്രൈവസി ആയിട്ടൊക്കെ പോയി അവിടെ ഇരുന്ന് നമുക്ക് ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളതൊന്നും എടുത്തില്ല. കഴിഞ്ഞ ആപ്പിൾ പിക്കിങ്ങിന് പോയപ്പോഴത്തേക്കും നമ്മൾ ഇതെല്ലാം എടുത്തിട്ടാണ് പോയത്. പക്ഷേ എന്താ പറയുക, അന്ന് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അതൊന്നും നടന്നില്ല. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ ഡബ്ലിനിൽ അയർലൻഡിലൊക്കെ ഉള്ള ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക, ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും എർത്ത് ലവ് ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ, ഇറ്റ്സ് മീ ക്ലൗസ് ബ്രൗൺ. ഗുഡ് ബൈ.